ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പെസഹ പെരുന്നാളിനെ കുറിച്ചാണ്. ഇസ്രായേൽ ജനങ്ങൾ 430 വർഷക്കാലം ഈജിപ്തിൽ അടിമകളായിരുന്നപ്പോൾ അടിമത്വത്തിൽ നിന്നും മോചനത്തിനായും സംഹാരമൂർത്തിയിൽ നിന്നും വിടുതൽ പ്രാപിക്കേണ്ടതിനായിട്ടാണ് ദൈവഹിതപ്രകാരം പെസഹ ഒരുക്കിയത്. അതനുഷ്ഠിച്ചതിൻ്റെ ഫലമായി അവരുടെ പ്രതീക്ഷകൾക്കൊത്തവണ്ണം ഈജിപ്തിൽ നിന്ന് മോചനവും സംഹാരമൂർത്തിയിൽ നിന്നും വിടുതലും പ്രാപിച്ച് അവരുടെ സ്വപ്നദേശമായ പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് പുറപ്പെടുവാൻ ദൈവം അവർക്ക് ഭാഗ്യമൊരുക്കി. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആണ്ടിലൊരിക്കൽ പെസഹ പെരുന്നാൾ ഇസ്രായേൽ ജനങ്ങൾ കൊണ്ടാടുന്നത്. യേശു കർത്താവും യഹൂദ മതത്തിൽ ജനിച്ചു വളർന്നതിനാൽ ശൈശവം മുതലേ പെരുന്നാളുകൾക്ക് പങ്കെടുക്കുന്നത് പതിവായിരുന്നു. യേശു ഈ ലോകം വിട്ട് സ്വർഗീയ സന്നിധിയിലേക്ക് പ്രവേശിക്കേണ്ട സമയമായപ്പോൾ തൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ പത്രോസിനെയും യോഹന്നാനെയും യേശു പെസഹ ഒരുക്കുവാനായി പറഞ്ഞയക്കുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളവുമായി നിങ്ങൾ എതിർപ്പെടും. ആ മനുഷ്യനോട് ചോദിക്കുക, ഗുരുവിന് പെസഹ ഒരുക്കാനുള്ള ശാല എവിടെയെന്ന്. അദ്ദേഹം വിരിച്ചൊരുക്കിയ ഒരു മാളിക കാണിച്ചു തരുമെന്ന് യേശു പറഞ്ഞു. അപ്രകാരം തന്നെ സംഭവിക്കുവാനിടയിത്തീർന്നു. പ്രഭാതത്തിൽ പത്രോസും യോഹന്നാനും കടന്നു ചെന്ന് ആ മാളിക മുറിക്കകത്ത് കയറി അവിടെ പെസഹ ഒരുക്കുവാനിടയിത്തീർന്നു. പ്രധാനമായി പെസഹ ഒരുക്കുന്നത് ഒരുക്കപ്പെട്ട ആട്ടിൻകുട്ടിയും അതേപോലെ ഒരുക്കിയതായ 3 അപ്പങ്ങളും 3 കാസയിൽ നിറച്ചതായ വീഞ്ഞും അതിൻ്റെ ഒത്ത നടുവിലായി ഒരു കാസ കമഴ്ത്തി വയ്ക്കുക പതിവായിരുന്നു. ഈ കമഴ്ത്തി വച്ചിരിക്കുന്ന കാസയുടെ ഉദ്ദേശം മിശിഹ വരുമ്പോൾ ഈ കാസ നിവർത്തി അതിൽ വീഞ്ഞ് നിറയ്ക്കുമെന്നാണ് അവരുടെ വിശ്വാസം. ഇവിടെ യേശു കർത്താവ് സന്ധ്യസമയത്തിൽ തൻ്റെ പ്രിയ ശിഷ്യരുമായി ഈ വിരിച്ചൊരുക്കിയ മാളിക മുറിയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. യേശു പെസഹ ആചരണത്തിനായി ഒരുങ്ങുമ്പോൾ അതിൻ്റെ നടുവിൽ യൂദയുണ്ടായിരുന്നു. യേശു പെസഹായുടെ അപ്പമെടുത്ത് ചാറിൽ മുക്കി യൂദയ്ക്ക് കൊടുത്തിട്ട് അവനെ ആ മഹത്തായ കൂട്ടായ്മയിൽ നിന്ന് പറഞ്ഞു വിടുവാനിടയിൽ തീർന്നു. ഇതിൻ്റെ നടുവിൽ യേശു കമിഴ്ത്തി വച്ചിരുന്ന കാസയെ നിവർത്തി. ഈ 3 അപ്പങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്നത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ പേരിലാണ്. അതിൽ നടുവിൽ ഇസഹാക്കിൻ്റെ പേരിലിരുന്ന അപ്പമാണ് യേശു എടുത്ത് വാഴ്ത്തി അതിനെ നുറുക്കിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരം, ഇത് വാങ്ങി ഭക്ഷിപ്പീനെന്ന്. നിശ്ചയമായും അവിടെ യേശു കർത്താവിൻ്റെ ആ ദിവ്യ ശരീരം നുറുക്കപ്പെട്ട് തന്നിൽ പ്രിയം വയ്ക്കുന്ന തൻ്റെ മക്കൾക്ക് അത് അവിടെ പകർന്നു കൊടുക്കുകയാണ്. യേശു രണ്ടാമതായി കമിഴ്ത്തി വെച്ചിരുന്ന കാസയെ നിവർത്തി വീഞ്ഞ് നിറച്ച് അതിനെ വാഴ്ത്തി കർത്താവ് പറഞ്ഞു, ഇത് എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമം, ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് കുടിക്കണമെന്ന് പറഞ്ഞു. യേശു കർത്താവ് അവിടെ വച്ച് ഒരു പുതിയ വിശ്വാസാചാരം ക്രൈസ്തവ സഭയ്ക്ക് സമ്മാനിക്കുകയാണ്.
കർത്താവ് പറഞ്ഞു, എൻ്റെ രക്തം കുടിക്കുകയും എൻ്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ്റെ ഉള്ളിൽ ജീവനുണ്ട്, അവൻ മരിച്ചാലും ജീവിക്കും. പ്രിയരെ, ഇവിടെ യൂദയ്ക്കാണ് അപ്പം ചാറിൽ മുക്കി കൊടുത്തത്. ഈ പെസഹ ആചരിക്കുന്നവർക്ക് യുദ്ധം നടത്താം, അതേപോലെ കൊലപാതകങ്ങൾ ചെയ്യാം, പ്രതികാരം ചെയ്യാം, ഒറ്റിക്കൊടുക്കാം, ചേരികളുണ്ടാക്കാം, ചേരി തിരിഞ്ഞ് അതേപോലെ ദുർബലരായവരുടെ അവകാശങ്ങൾ പിടിച്ചടക്കാം. അങ്ങനെ തുടങ്ങിയ എല്ലാ അനാചാരങ്ങളും അവർക്കും ചെയ്യാം. എന്നാൽ പരിശുദ്ധമായ തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്ന ദൈവ പൈതലിന് യേശുവിൻ്റെ അതേ പ്രതിരൂപമായി മാറുകയാണ്. യേശു ആ വ്യക്തിയുടെ ഉള്ളിൽ കടന്നു വരികയാണ്. യേശുവിൻ്റെ നിത്യജീവന് ഉതകുന്ന രക്തമാണ് പാനം ചെയ്യുന്നത്. യേശുവിൻ്റെ നിർദോഷമായ നിഷ്കളങ്കമായ പരിശുദ്ധ ശരീരമാണ് തിരുവത്താഴത്തിലൂടെ ഭക്ഷിക്കുവാനിടയായിത്തീരുന്നത്. ഇവിടെ ഈ പരിശുദ്ധ തിരുവത്താഴം യേശു സ്ഥാപിക്കുവാനിടയായിത്തീർന്നു. ഈ മഹത്തായ തിരുവത്താഴത്തിൽ പങ്കെടുത്ത് യേശുവിൻ്റെ വരവനായി നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. ഈ കർത്താവിൻ്റെ രക്തം കുടിക്കാതെയും യേശുവിൻ്റെ മാംസം ഭക്ഷിക്കാതെയും ഇരിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുകയില്ല. ആയതിനാൽ തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നത് യേശുവിൻ്റെ പ്രിയ ശിഷ്യരെയാണ് കർത്താവ് അനുവദിച്ചത്. ആയതിനാൽ ഈ ശിഷ്യന്മാരും യേശുവും സ്നാനമേറ്റവരായിരുന്നു. നമ്മുടെ മാതാപിതാക്കൾ പാപം ചെയ്തിട്ടുള്ളവരാണ്. അവരിൽ നിന്നാണ് നമ്മൾ പിറന്നു വീഴുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജനിച്ച് വളരുമ്പോൾ തന്നെ അനേക അകൃത്യങ്ങൾ നമ്മൾ വിധേയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പൂർവിക പാപവും നമ്മുടെ കർമ്മഭാവവും നിമിത്തം പാപികളായതുകൊണ്ട് ഒരു കാരണത്താലും നമുക്ക് ദൈവരാജ്യത്തിൽ പോകാനായിട്ട് കഴിയുകയില്ല. അതിനൊരൊറ്റ പരിഹാരം യേശുവിടെ സ്ഥാപിച്ച ഏറ്റവും പരമപ്രധാനമായ 2 വിശ്വാസാചാരങ്ങളിലൊന്നാണ് പരിശുദ്ധ സ്നാനം. യേശു അറിവ് വന്നതിന് ശേഷം 30-ാമത്തെ വയസ്സിൽ യേശു യോർദാൻ നദിയിലിറങ്ങി യോഹന്നാൻ സ്നാപകൻ്റെ കീഴിൽ സ്നാനമേറ്റ് മാതൃകയാവാനിടയിത്തീർന്നു. യേശു പറഞ്ഞു, യോഹന്നാൻ മർക്കോസ് സുവിശേഷം 16:16 പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന്. അപ്പോൾ വിശ്വസിച്ചിട്ട് വേണം നമ്മൾ സ്നാനം സ്വീകരിക്കുവാൻ. വിശ്വസിക്കുവാൻ പ്രായമാകുമ്പോൾ ആണ് സ്നാനം. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞു പൈതങ്ങൾ 4-5 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഒരിക്കലും എൻഗേജ്മെൻ്റ് നടത്തില്ല. ആ കുഞ്ഞ് മുതിർന്നു വരുമ്പോൾ അതിനിഷ്ടമുള്ള, അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ലൊരു പെൺകുട്ടിയെ സമ്മതമാണെങ്കിൽ അവരുടെ അറിവ് വന്നതിന് ശേഷം എൻഗേജ്മെൻ്റ് നടത്തും. അതുപോലെ നമുക്ക് ഒരു തീരുമാനമെടുക്കുവാൻ പ്രാപ്തിയാകുമ്പോൾ, അറിവാകുമ്പോഴാണ് സ്നാനം സ്വീകരിക്കേണ്ടത്. കർത്താവിൻ്റെ വചനം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. എന്താണ് രക്ഷിക്കപ്പെടുക? ശിക്ഷയിൽ നിന്നും നരകത്തിൽ നിന്നൊരു മോചനം. അത് സ്നാനത്തിലൂടെ, ഈ ജലത്തിലൂടെ നമ്മുടെ ഈ പാപം നിറഞ്ഞ ശരീരത്തെ വെള്ളമാകുന്ന കല്ലറയിൽ നിമജ്ഞനം ചെയ്ത് പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പുതിയ മനുഷ്യനായി വെള്ളമാകുന്ന ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന പുതുജനനം പ്രാപിച്ചവരാണ് യേശു കർത്താവിൻ്റെ മഹത്തായ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനായി കഴിയുന്നത്. ആയതിനാൽ കർത്താവിൻ്റെ തിരുഗ്രന്ഥത്തിൽ ഒരു ഉപദേശങ്ങൾക്കും പിശക് വരുത്താതെ അതിൻ്റെ തനിമയാർന്ന രീതിയിൽ അതിനെ ഉൾക്കൊണ്ട് വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവിനെ പോലെ നമുക്ക് ലോകത്തിന് ജ്യോതിർകോളങ്ങളായി പ്രകാശമായി അനേകരെ നാശത്തിൽ നിന്നും രക്ഷയിലേക്ക് നയിക്കുന്നവരായി നല്ല വ്യക്തിത്വങ്ങളായി ജീവിച്ച് ആ മഹത്വമേറിയ രാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കുവാൻ നമുക്ക് കാത്തിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരും അതിനായി ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഒരുക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ പെസഹ ദിനത്തിൽ എൻ്റെ ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു.